കോൺഗ്രസ്സുകാർ ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞ തരത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് ആദ്യ ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് വന്ന പ്രതികരണം എന്ന് പറയുന്നത് അത് പേരില്ലാത്ത ഒരു പരാതിയാണ്, അത് ആർക്കെതിരെയാണ് പരാതി എന്ന് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു എഴുത്തുകാരി വന്ന് ഇത്തരത്തിൽ അശ്ലീല സന്ദേശം അയച്ചു എന്ന് പറയുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കേണ്ടതിലേക്ക് വരികയാണ്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം എഴുത്തുകാരി വന്ന അശ്ലീല സന്ദേശം അയച്ചു എന്ന് പറഞ്ഞില്ല, കടന്ന രീതിയിൽ ചാറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് ഞാൻ അങ്ങോട്ട് ചാറ്റ് ചെയ്തതാണ് എന്ന രീതിയിൽ മറ്റു സുഹൃത്തുക്കൾക്ക് മുന്നിൽ പ്രചരിപ്പിച്ചു, അത് ഞാൻ അറിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അശ്ലീല സന്ദേശം അവർക്ക് അയച്ചു എന്ന് പറയില്ല. ഈ ലൂപ്പ് ഹോൾ ഇട്ട് കൊടുക്കരുത്. ഒരു കാര്യത്തെ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി വസ്തുതാപരമായി ഒരു മിനിറ്റ്. ഇത്തരത്തിൽ അദ്ദേഹം അശ്ലീലപരമായി ചാറ്റ് ചെയ്യുന്നതിനാവശ്യമായ സ്ക്രീൻഷോട്ടുകളും എല്ലാം പുറത്തു വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് തുടരുന്നതിന് യോഗ്യനല്ല, അർഹനല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദം രാജിവെക്കുന്നു. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുവാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് കാണുന്നു. പക്ഷെ പാലക്കാട്ടുകാർ അദ്ദേഹത്തെ സഹിച്ചോട്ടെ എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. ഇന്നും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം തുടരുന്ന, അദ്ദേഹത്തിൻ്റെ കൈവശം വെച്ചിട്ടുള്ള, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പറാണെങ്കിലും MLA ആണെങ്കിലും MP ആണെങ്കിലും ആ സ്ഥാനങ്ങളെല്ലാം രാജിവെക്കണമെന്ന് കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വസന്ത്, ഈ ചർച്ചയിലുണ്ട്, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം. കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഏത് പ്രതിനിധിയാണെങ്കിലും, അത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് അംഗം വരെയാണെങ്കിൽ പോലും അത് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് പാലക്കാട്ടെ MLA സ്ഥാനം അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നുകൂടെ ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. 2, ഇതിൽ എത്ര കാലത്തേക്കാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടില്ല. 2, ഒന്ന് പൂർത്തിയാക്കട്ടെ. ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇതേ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സസ്പെൻഷൻ പീരിയഡ് പറഞ്ഞില്ലെങ്കിൽ 1 മാസം കഴിയുന്ന സമയത്ത് ആ സസ്പെൻഷൻ അവസാനിക്കും. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കാലത്ത് പത്രസമ്മേളനത്തിലോ തുടർന്നുള്ള ആളുകൾ പറഞ്ഞതിലോ എത്ര കാലത്തേക്കാണ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്താം, ഞാൻ പറഞ്ഞു തിരുത്താം. സ്പെസിഫൈ ചെയ്ത് പറയാത്തിടത്തോളം കാലം ഇന്ന് ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ്. 2025 സെപ്റ്റംബർ മാസം 25-ാം തീയതി അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പീരീഡ് അവസാനിക്കേണ്ടതാണ്, സ്വാഭാവികമായിട്ട് കാലാവധി പറഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ ഒളിച്ചു കളിക്കുന്ന, പ്രത്യേകിച്ച് പാലക്കാട്ടെ ജനങ്ങളെ പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത്. എത്ര കാലത്തേക്കാണ് സസ്പെൻഷൻ എന്നോ, എത്ര ഈ സ്വാഭാവികമായിട്ട് സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചു വരുന്ന, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന MLA സ്ഥാനം കൂടെ രാജിവെക്കേണ്ടതുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണോ കോൺഗ്രസ് പാർട്ടി ഈ നിലപാടെടുത്തിട്ടുള്ളത് എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി ഒന്ന് വ്യക്തമാക്കിയാൽ എനിക്കൂടെ മനസ്സിലാക്കുവാൻ നന്നായിരിക്കുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ശരി, ശ്രീ AK ഷാനിബ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ VD സതീശനും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് രാഹുലിനെതിരെ കർക്കശമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിരുന്നതും റിപ്പോർട്ടുകളും എല്ലാം. പക്ഷേ സസ്പെൻഷൻ എന്ന കാര്യത്തിൽ ആ